മോർണിംഗ്. അപ്പൊ ഇന്ന് നല്ല മഴയുള്ള ഒരു സൺഡേ ആണ്. ഇവിടെ ഭയങ്കര തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സാറ്റർഡേ തൊട്ട് നല്ല മഴയാണ്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ ഒന്നും നിവൃത്തിയില്ല. പുറത്തിറങ്ങി കുറെ ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഒന്നിനും നിവൃത്തിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, മഴ തോരുവോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അകത്തിരുന്ന അമ്മ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബീഫ് വിന്താലു. എവിടെ അമ്മ എവിടെ നോക്കി? ഞാനത് അടുപ്പത്തിടാൻ പോവാ. ഞങ്ങള് തണുപ്പൊക്കെ ആയതുകൊണ്ട് അകത്തിങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുവാണ്. അപ്പൊ ബീഫ് വിന്താലു തയ്യാറാക്കാനുള്ള പരിപാടി തുടങ്ങുവാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇന്ന് ബീഫ് വിന്താലുവിന്റെ സ്പെഷ്യൽ വ്ലോഗ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം. അടിപൊളി ഡിഷാണ് എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. ഞാനും ഇതങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അടിപൊളിയായിരിക്കും. അമ്മയല്ലേ കുക്ക് ചെയ്യുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, വിട്ടുകൊടുത്താൽ പറ്റൂല. അതെ, നമുക്കങ്ങനെ ബീഫ് വിന്താലു ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. ഇറച്ചി ഒന്ന് തുറക്കട്ടെ. അതേ നീ പറഞ്ഞിട്ട് തുറക്കണം. അങ്ങനെയാണ് ഇറച്ചി തുറന്നു. ഓണാണോ? ഓ അടിപൊളി. ഇന്ന് നമ്മള് ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ടൊരു മീറ്റിൻ്റെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കണം. ബീഫ് കൊണ്ടുള്ള, അതായത് ഒരു സ്വല്പം ഗ്രേവിയൊക്കെ കൂടിയ ബീഫ് വിന്താലു എന്ന് പറയാം. ദേ കണ്ട, നമ്മുടെ ബീഫ് വിന്താലു അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാട്ടോ. ഇതിന്റെ ഈ മസാല കൂട്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. നല്ല സ്പൈസസിന്റെയും എല്ലാത്തിന്റെയും നല്ലൊരു സ്വാദാണ്. ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അതിന്റെ മസാല കൂട്ടിന് തന്നെ. അതെ അതെ. അപ്പൊ നല്ല രസമാണ്. ഇതിന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ ഒരു റെസിപ്പി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചുമ്മാ ഞാൻ വ്ലോഗ് എടുത്തപ്പോ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ ബീഫ് വിന്താലു ഓൺ ദ ഗ്യാസ് സ്റ്റൗ. ദേ കണ്ട, ബീഫ് വിന്താലു ഇവിടെ കിടന്ന് അങ്ങനെ തിളക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇട്ടോളൂ. ആവി പറക്കണ പുട്ട. ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഇട്ടോ, വിശന്നിട്ട് സമയം ഒത്തിരി വൈകി പോരെങ്കിൽ ഇത് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് അങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യണോണ്ടേ. ഇനി വിന്താലു അങ്ങ് കൊടുക്കുവാണ് അതിന്റെ മീതെ. പുട്ടിൽ കുളിപ്പിച്ച വിന്താലു ഒഴിച്ചോളൂ. ആഹാ, അടിപൊളി. എനിക്ക് എങ്ങനെ വെക്കാം? സൂപ്പർ ആയിട്ടുണ്ട്. മതിയോ? ആദ്യം രണ്ടാമത് തുറന്നപ്പോൾ ഗ്രേവി പാകായിരുന്നു. പിന്നെ വേവിച്ചപ്പോൾ ഗ്രേവി പറ്റി. എന്നാലും അതിലേക്ക് ചേർന്ന് പറ്റിയ പോലെ രുചിയുണ്ട്. മഴ പെയ്തപ്പോൾ ഇവിടെ മൊത്തം വെള്ളമായി മുറ്റത്ത്. അപ്പം ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലം ഇങ്ങനെ ചെളിയൊക്കെ ഒന്ന് മാറ്റി കളയുകയാണ് ചവറ് വരണ്ടി വെച്ചിട്ട്, അല്ലേ? ഇവിടെ നടക്കാൻ തീരെ മേല, ഫുൾ ചെളിയായിനെ. ഇന്ന് തോരാതെ മഴയായിരുന്നു ഇന്നലെ രാത്രി തൊട്ട്. ഇനി ഇതിൽ കൂടെ എങ്ങനെ നടന്നു വരണേ ഈ ചെളി കൂടി? ഇനി നമ്മൾ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പേര നമ്മൾ പേരമരത്തിൻ്റെ ചോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ല രസമുള്ളൊരു വ്ളോഗാണ്. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിലിതേ പേരയ്ക്കൊക്കെ കുറേ ഉണ്ടായ കിടപ്പുണ്ട്. അപ്പോൾ ഒരെണ്ണം മൂത്തതാന്ന് തോന്നുന്നു അല്ലേ? ഏതാ? അപ്പുറത്തുണ്ടോ? അപ്പുറത്ത് കിടപ്പുണ്ട്. ഇതേ ഇതിൻ്റെ ചുറ്റുമൊക്കെ വെള്ളമായി. പേരയ്ക്ക നമ്മളിനി പറിക്കാൻ പോവാണ്.
നല്ല മധുരമുള്ള പേരക്കയാണ്. ഓ ഫുൾ വെള്ളമാണല്ലോ ഇവിടെയൊക്കെ. ഫുൾ വെള്ളത്തിൽ ചെരുപ്പ് പോയി. ഓ അതിലേ വരണോ? എല്ലായിടത്തും ചെളിയാ. ഈ പേരയ്ക്ക് നമ്മൾ പറിക്കാൻ പോണേ. കവറൊക്കെ കെട്ടിയിട്ടേക്കുമായിരുന്നു. പറിച്ചോ. ഓ പഴുത്തതാണോ അത്? മൂത്ത് കഴിഞ്ഞു. ഇനി പറിച്ച് വെച്ച് പഴുപ്പിക്കാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് എടുക്കാനായിട്ട് സമയം കിട്ടൂല്ലോ. ഇത് 1 പൗണ്ട് പേരയ്ക്കയാണ്. പക്ഷേ ഇത് ഈ പ്രാവശ്യം പക്ഷെ വലിപ്പം കുറച്ച് കുറവാണ്. പറിക്കട്ടെ? പറിച്ചോ. ഇച്ചിരി വലിപ്പം കുറവായിത്തോണാം. എന്നാലും പഴുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പഴുത്ത് തുടങ്ങി. ഇവിടെ ഒരെണ്ണേ ഉള്ളോ? ഇപ്പൊ മറ്റേതായിട്ടില്ല. ഇനി ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പക്ഷെ പറിക്കാറായിട്ടില്ല. അതെ, ഇതൊക്കെ മൂടി ഇടേണ്ട സമയമായി. ഇതിന്റെ മൂപ്പ് പകുതി ആയതാ. ഇനി കിടന്നു കഴിഞ്ഞാൽ അത് കിളി അടിച്ച് പ്രശ്നം ഉണ്ടാക്കും. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ പച്ചക്ക് പറിച്ചില്ലെങ്കിൽ. പച്ചക്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നല്ല പഴുത്തതാ ഇഷ്ടം. അമ്മക്ക് ഫുൾ വെള്ളമാണ് ഇവിടെയൊക്കെ. അവിടെ പൊരിഞ്ഞു കെട്ടിയിട്ട്. ഓ നിറച്ച് വെള്ളമാണല്ലോ. ഞാൻ വെള്ളത്തിൽ ചവിട്ടാതെ വേറൊരു എളുപ്പവഴി ഉണ്ട്. ഇതിൽ കൂടെ അങ്ങ് കടന്നു പോകും. കണ്ട ഇതിൽ കൂടെ നൈസായിട്ട് നമുക്കിങ്ങ് കടന്നു പോവാം. നൈസായിട്ട് പോകും. ഇത് മൂപ്പായതാണോ? മൂപ്പായതാ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി. പഴുത്തിട്ട് പറിക്കാം. ഇവിടെ കുറെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതൊക്കെ വലുതാവണം. ഈ തോരാതെ മഴ പെയ്യുന്ന മഴക്കാലത്തുണ്ടല്ലോ, നമ്മുടെ വീടിന് ചുറ്റുപാടും പരിസരങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അതൊരു സുഖമില്ലല്ലോ. അതുകൊണ്ട് ആ വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വിടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കും. അത് നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം അത് നല്ല പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കും നമ്മൾ വെള്ളം. ഹലോ, അപ്പൊ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞു. ഊണ് എപ്പോഴും വ്ളോഗിൽ കാണിക്കാറില്ലല്ലേ, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പൊ വൈകുന്നേരം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സംഗതികളൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എന്താണെന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു കളയാം. അമ്മ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? എവിടെ പോയി? വേഗം വാ. നമ്മൾ ഉണ്ടാക്കാൻ പോണത് സാധാരണ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു മധുര ഐറ്റാണ്. ഒരു ചെറിയൊരു പായസം. അതായത് നമ്മൾ സേമിയ പായസം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സേമിയ പായസം, പഞ്ചസാരക്ക് പകരം വേറൊരു മധുരം ചേർത്തുള്ള സേമിയ പായസം ഉണ്ടാക്കുമ്പോ കാണിച്ചു തരാം. അതെ, അപ്പൊ ഇത് നമ്മുടെ ഓണം സീരീസിലെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പൊ ആ റെസിപ്പി നിങ്ങൾക്ക് വഴിയേ വരുന്നതായിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ഓണം സീരീസിന്റെ ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിരിക്കും ഇത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ശർക്കര കൊണ്ടിട്ടുള്ള സേമിയ പായസം ഞാനും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എന്തായാലും സൂപ്പർ ആയിരിക്കും എന്നറിയാം. നമുക്ക് ആ വെറൈറ്റി റെസിപ്പി എന്താണെന്നൊന്ന് കണ്ടു കളയാം. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓണം സീരീസിലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പൊ അത് സീരീസ് വരുമ്പോഴേക്കും അതിന്റെ ലിങ്ക് ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ക്ലിപ്പിംഗ് ഒക്കെ കാണിച്ചു തരാവേ.
ദേ ഇവിടെ പാലിരിപ്പുണ്ട്, ഇപ്പുറത്ത് വെർമിസിലി ഇരിപ്പുണ്ട്, ഇവിടെ ശർക്കരപ്പാനി ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് ദേ നമ്മുടെ ഉരുളിയും ഇരിപ്പുണ്ട്. അപ്പൊ ഇനി അമ്മ വേഗം തന്നെ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ശർക്കര സ്പെഷ്യൽ സേമിയ പായസം. അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ക്ലിപ്പിംഗ് ഒക്കെയാണ് ഇതിനകത്ത് കാണുള്ളൂ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓണം സീരീസിൽ കാണാം കേട്ടോ. നമ്മുടെ ശർക്കര കൊണ്ടിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം, നല്ലതായിരിക്കും. ഓണമൊക്കെ വരികയല്ലേ, നല്ല രസമാണ്. ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും വളരെ നന്നായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി കാണിക്കാം കേട്ടോ, വേഗം തന്നെ കാണിക്കാവേ. ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള സേമിയാണിത്, എനിക്കും അപ്പയ്ക്കും. അമ്മയ്ക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മതി എന്നാ പറഞ്ഞത്. ഇവിടെ കുറെ ഇരിപ്പുണ്ട്, അപ്പൊ അമ്മ അതിന് എടുത്തോളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് ശർക്കര കൊണ്ടിട്ടുള്ള സേമിയ പായസമാണ് ഇന്ന് വൈകിട്ട് കഴിക്കണത്. അപ്പൊ വേഗം കഴിക്കാൻ പോട്ടെ കേട്ടോ. അപ്പൊ തോരാ മഴയുള്ള വൈകുന്നേരമാണ്. രാത്രിയായി 6 മണിയൊക്കെ കഴിഞ്ഞു. നല്ല മഴയാ. അപ്പൊ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു കാപ്പി ഇടാന്ന് വെച്ചില്ലേ. ബ്രൂ കോഫിയാണ്, കപ്പില് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ പാല് തിളച്ചു വരുമ്പോ ഇതിലേക്ക് മറിക്കും. അതേ വന്നിട്ടല്ലോ, ഇച്ചിരി പൊങ്ങിയാല്. അല്ല അന്നേരം മറിഞ്ഞു വീഴും. ഒരു മറിഞ്ഞു വീഴല്. പിന്നെ അത് മറിഞ്ഞു വീഴാൻ ഗ്യാസേ മുഴുവൻ വൃത്തികേടാവും. അടിപൊളി, നല്ല ചൂട് കാപ്പി, നല്ല മഴയുള്ള സമയത്ത്. അപ്പൊ ഇവിടെ അമ്മ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ നേരത്തെ. ഇന്ന് ഉണ്ടാക്കിയില്ല, അത് അരിഞ്ഞു വെച്ചോളൂ. അപ്പൊ ഞാൻ ഓർത്ത് തണുപ്പായതുകൊണ്ട് ഇനി ഞരടി ശരിയാകണം. ഈ മഴ പെയ്യുമല്ലോ, ഒരു കാപ്പി ഇടാൻ കരുതിയതാ. ഇത് ഡിന്നറിനുള്ള ചപ്പാത്തിയുടെ കൂടെ ഇന്ന് ബീഫ് വിന്താലു വിത്ത് സാലഡാണ് നമ്മൾ കഴിക്കുന്നത്. അതിനുള്ള സാലഡ് അമ്മ ഇന്ന് നേരത്തെ അരിഞ്ഞു വെച്ചു. നേരത്തെ ഇന്ന് കഴിക്കാം, ഈ തണുപ്പും മഴയും. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതാണ്. നല്ല പഞ്ചസാരയും ബട്ടറും ഒക്കെ ചേർത്ത കാരമലൈസ്ഡ് ചപ്പാത്തി വിത്ത് നമ്മളിന്ന് രാവിലെ കാണിച്ചില്ലേ ബീഫ് വിന്താലു ആൻഡ് സാലഡ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പം ഡിന്നറോട് കൂടി നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വ്ളോഗ്സ് ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും കേട്ടോ. നമ്മൾ മാക്സിമം പറ്റാവുന്നതൊക്കെ ചെയ്യാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണണ്ടേ. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.